ഉറക്കം വരാത്ത രാത്രികളിലെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിനോട് പറയും. ചിലപ്പോ 1-2 പേര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അപ്പുറവും ഇപ്പുറവും നിന്ന് പറയും. ഭാഗ്യത്തിന് ഉറക്കമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചങ്ങലക്കിട്ട് പൂട്ടേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കാം. അച്ഛനൊന്ന് ഉറങ്ങ്, ക്ഷീണം പൂർണ്ണമായിട്ടൊന്ന് മാറിക്കോട്ടെ. മോളെ, മനസ്സ് കൈവിട്ടു പോകരുത്. മക്കളോട് ദേഷ്യപ്പെടാതെ നോക്കണം. ഇനി മുന്നോട്ട് പോകുന്തോറും അവരായിരിക്കും നിനക്ക് തുണയായിട്ടുള്ളത്. ശരി അച്ഛാ. ഒരിക്കലും ഒരാളെ കൊണ്ടും മോശം പറയിക്കരുത്. നിന്നെ കൊണ്ടാവും പോലെ മറ്റുള്ളവരെ സഹായിക്കണം. ചിലരൊക്കെ വലിയ വലിയ അടയാളങ്ങളും ശേഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് അങ്ങ് പോകും. എല്ലാവർക്കും അത് പറ്റാറില്ല. പക്ഷേ നമ്മൾ ജീവിച്ച പ്രദേശത്ത്, നമ്മൾ പരിചയപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു കുഞ്ഞടയാളമെങ്കിലും പതിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോഴേ ജീവിതത്തിനൊരർത്ഥമുണ്ടാവും. മറ്റുള്ളവരെ സേവിക്കാൻ നിന്റെ ഈ ജോലി പോലെ വേറൊന്നിനും സാധിക്കും. മുമ്പിൽ വരുന്നവരുടെ ദൈവങ്ങളാണ് ഡോക്ടർമാർ. ഒരുപാട് പേരുടെ ജീവന് കാവലായിരിക്കണം. എല്ലാവർക്കും ആശ്വാസം കൊടുക്കണം. അതിനുള്ള കൂലി എൻ്റെ മോൾക്ക് ദൈവം തരും. മനസ്സിൽ നന്മയുള്ളവരെ ആർക്കും ഒരുപാട് കാലം തോൽപ്പിക്കാൻ പറ്റില്ല. നന്മയുള്ളവർ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ഗുഡ് മോർണിംഗ് സാരംഗ്. ഗുഡ് മോർണിംഗ്. താൻ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുകയാണോ? ആ, ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. എന്തായാലും താൻ വന്നതല്ലേ, വാ കയറി വാ. എടോ, തനിക്ക് ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട. അനാമികയുടെ ഹെൽത്ത് എങ്ങനെ? ഇപ്പൊ അവള് ഓക്കെയാണ്. ഞാനും. എൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ സാരംഗിന്? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പണിയില്ലാത്തവനും പണമില്ലാത്തവനുമായി പോയിട്ടുണ്ട്. ആ നേരത്തൊന്നും എൻ്റെ മനസ്സ് പതറാറില്ല. എനിക്കുള്ള അന്നം വേറെ എവിടെയോ ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അത് തേടാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവും. പക്ഷേ കുടുംബത്തിനകത്ത് ചെറിയൊരു അസ്വസ്ഥത വന്നാൽ പിന്നെ എൻ്റെ കൈകാലുകൾക്ക് മനസ്സിനൊക്കെ ഒരു ഭാരമാണ്. പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അനാമിക ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ഇവിടെ തൻ്റെ മുന്നിൽ വന്നില്ലേ? അന്ന് എൻ്റെ മനസ്സിൽ കാറ്റും കോളും ഒക്കെ ആയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം മാറി. തികഞ്ഞ ശാന്തതയാണ്. ഓൺലി ബിക്കോസ് എനിക്കെൻ്റെ പെണ്ണിനെ ഇപ്പം പൂർണ്ണ വിശ്വാസമാണ്. അവളിൽ ഒരു കരടുമില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഹാപ്പിയാടോ. ആ വ്യത്യാസം എൻ്റെ മുഖത്ത് നിന്ന് തനിക്കിപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. ഗുഡ്. പിന്നെ ഞാനിപ്പം വന്നത് തനിക്ക് അനാമികയും എന്നെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അത് വേണ്ട. അനാമിക തൻ്റെ പഴയ ചങ്ങാതിയല്ലേ? ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടും സാരംഗ് വന്ന് കാണാതിരിക്കുന്നത് മോശം. ഒന്ന് വരണം, അവളോട് സംസാരിക്കണം. ഐ വിൽ ട്രൈ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, താൻ വന്നേ പറ്റൂ. കൊച്ചു കൊച്ചു തെറ്റിദ്ധാരണകളൊക്കെ അങ്ങനെ അങ്ങ് തീരിട്ടോ. മനസ്സിൽ വലിയ വലിയ മാറാപ്പൊക്കെ കൊണ്ട് നടക്കുന്നത് നമുക്കൊന്നും ചേർന്ന പണിയല്ലടോ. അപ്പൊ താൻ വരുമല്ലോ? വരാം. എന്നാ പിന്നെ തന്റെ യാത്ര നടക്കട്ടെ, ഞാൻ ഇറങ്ങുക. സാരംഗ്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ നമ്മളായിട്ട് ഒറ്റപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ക്രൂരതയില്ലടോ. ചിലപ്പോ ഇതൊന്നും ബാധിച്ചില്ല എന്ന നിലയിൽ അവര് നമ്മുടെ കൂടെ നടന്നു വരും. പക്ഷേ അതൊന്നും സത്യമല്ല. തകർന്ന് ഇല്ലാതായൊരു ഹൃദയത്തോടു കൂടിയായിരിക്കും അവർ നടക്കുക. കൂടെ ജീവിക്കുന്നവരോട് നീതി ചെയ്യാൻ പറ്റാത്തവര് ഒരുപാട് നേടിയിട്ടും
ഒരുപാട് പ്രസംഗിച്ചിട്ടൊന്നും പ്രയോജനമില്ല. ഐ എം സോറി. എന്റെ മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ശരിയടോ, താൻ വരുമെന്ന് ഞാൻ അനാമികയോട് പറയും. ഓക്കെ then. എങ്കിൽ അങ്ങനെ ആവട്ടെ ജോസ്, നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ് ഫാദർ. യെസ്, വെരി ഗുഡ് മോർണിംഗ് ടു യു. അരുൺ എവിടെ? അവൻ അകത്തുണ്ട്. ഇന്നലെ മൈഥിലിയുടെ കാര്യത്തിൽ എന്തോ പരാതി ഉണ്ടെന്ന് കേട്ടല്ലോ. ആർക്ക് പരാതി? എനിക്ക് പരാതിയൊന്നുമില്ല. എന്നോട് അരുൺ പറഞ്ഞതാ. ഡോക്ടർ മൈഥിലൊക്കെ വലിയ വലിയ ആളല്ലേ. നമ്മളെ പോലുള്ളവരോടൊന്ന് സംസാരിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ. എന്തേലും ചോദിച്ചാൽ ദേഷ്യം വരും. നീ വിളിച്ച സമയത്ത് മൈഥിലിയുടെ അവസ്ഥ എന്തായിരുന്നെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? മൈഥിലിയുടെ അച്ഛൻ അതേ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ കാണും. എന്നാ പിന്നെ ആ ടെൻഷൻ എന്താണെന്ന് മറ്റുള്ളവരോട് പറയണ്ടേ? എന്നോട് പറയണ്ട. അരുണിനെ എന്തിനാ ഒഴിവാക്കുന്നേ? മൈഥിലി മാം പിന്നെ വിളിച്ചോ? ഇല്ല. വിളിക്കില്ല. ഇനിയിപ്പോ വലിയ ഗൗരവം കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ആരോടൊന്നും പറയണ്ടല്ലോ. നിങ്ങൾ എന്തിനാ പിള്ളേരെങ്ങനെ വാശി കാണിക്കുന്നത്? മൈഥിലിയുടെ കുടുംബ പ്രശ്നം മൈഥിലിക്ക് മാത്രമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തൂടെ? ഒരു കാര്യം ഞാൻ പറയാം. കടന്നു ചെല്ലാൻ വാതിലുകളില്ലാത്ത സ്ഥലത്ത് വെറുതെ മുട്ടരുത്. മൈഥിലി അവരുടെ കുടുംബ പ്രശ്നം തീർത്തും സ്വകാര്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവിടുത്തെ പ്രശ്നം തീർത്തും സ്വകാര്യം തന്നെയായിരിക്കും. ഫാദർ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ എല്ലാരും അവരവരുടെ പ്രശ്നങ്ങളും കെട്ടിപ്പൊതിഞ്ഞു വെച്ചോണ്ടിരുന്നാ മതിയോ? അരുൺ എന്താ ചോദിച്ചേ? അറിഞ്ഞപ്പോ ഞാൻ എന്തിനാ ചോദിച്ചേ? ഏതെങ്കിലും വിധത്തില് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് അറിയാനല്ലേ. ഞാൻ കുറച്ചു മുമ്പേ മൈഥിലിയെ വിളിച്ചിരുന്നു. മൈഥിലി ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോ വരാന്ന് പറഞ്ഞു? അങ്ങനെ സമയവും കാലമൊന്നും പറഞ്ഞില്ല. ഞാനൊട്ട് ചോദിച്ചതുമില്ല. അച്ഛന്റെ സ്ഥിതി അല്പം ബെറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൈഥിലിക്ക് ഇങ്ങോട്ടിറങ്ങാനുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാവുമല്ലോ. ശരി, മൈഥിലി മാം വരുന്നത് വരെ ഞാൻ കാക്കാം. പക്ഷെ ഫാദർ ഒരു കാര്യം ചെയ്യും. മൈഥിലി മാമിന്റെ വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയണം. അല്ല, ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പറയില്ല എന്ന് മൈഥിലി വാശി പിടിച്ചാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറയിപ്പിക്കാൻ എനിക്കറിയാം. അതാണ് വാശി. അത് തന്നെയാ വേണ്ടത്. ദേ ഫാദർ, മാം വരുമ്പോ ഞാൻ കാല് പിടിക്കാനും കൊഞ്ചാനും അപേക്ഷിക്കാനും ഒന്നും നിൽക്കില്ലേ. പറയുന്നെങ്കിൽ പറയട്ടെ. ഇത്തിരി ഇല്ലാത്ത രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് എന്റെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ അവരെ പരിപാലിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. ഇതിപ്പോ രണ്ടെണ്ണത്തിനും പൊക്കോ നീളം മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. വകതിരിവില്ല. അതെ, ഞങ്ങളുടെ വകതിരിവില്ലായ്മ പറഞ്ഞോളൂ. ഞങ്ങളുടെ വിഷമം ഫാദറിന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. മാമിന്റെ മനസ്സ് വിഷമിച്ചാല് ഒപ്പം വിഷമിക്കുന്നത് എന്റെ മനസ്സാ. പോയി പോയി അവരുടെ ചിരി ഒന്ന് മങ്ങിയ മനസ്സിന്റെ താളം തെറ്റുന്ന അവസ്ഥയായി. അങ്ങനെയൊക്കെ സ്നേഹിച്ചു പോയതാണ് കുഴപ്പം. മാമിനോടുള്ള അവന്റെ ഇഷ്ടം എനിക്കറിയാം ഫാദർ. ആരും ഇല്ലാത്ത ഒരാൾക്ക് എല്ലാമായ ഒരാളോടുള്ള ഇഷ്ടം അത്. അവന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും മാമിന്റെ പ്രശ്നങ്ങള് ഫാദർ ചോദിച്ചറിയണം. മൈഥിലി വരട്ടെ. ഇത് പറയാനാണോ അത്യാവശ്യമായിട്ട് സാരംഗിന്റെ അടുത്തേക്ക് പോയത്? അയാള് വരട്ടടോ, തന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ. സംശയിച്ചു പോയതിനുള്ള പ്രായശ്ചിത്തം ഇതൊക്കെ? നമ്മൾ ബഹളം വെച്ചത് ഇതിനായിരുന്നില്ലേ? ബഹളം തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്തണ്ടേ? അങ്ങനെയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്? അപ്പൊ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണ്. എന്താ തനിക്ക് സംശയമുണ്ടോ? എടോ, ഇച്ചിരി പുത്തനേ കുറവുള്ളൂ, ബുദ്ധിക്ക് ഒരു പഞ്ഞുമില്ല. സാരംഗ് വരികയാണെങ്കിൽ വരട്ടെ. പക്ഷെ സാരംഗ് ഇവിടെ വരുമ്പോ നിർബന്ധമായും രഞ്ജിത്ത് ഇവിടെ ഉണ്ടാവണം. അതിപ്പം വലിയ പ്രശ്നമായല്ലോ. അത് കുഴപ്പമില്ല. എന്തായാലും അയാൾ വിളിച്ചു പറഞ്ഞിട്ടേ വരൂ. എന്നാ സാരമില്ല. സാരംഗ് വരുമ്പോ ചിലത് ചോദിച്ചു പോവും. ഇനി അത് ബുദ്ധിമുട്ടാവോ? താൻ എന്ത് വേണമെങ്കിലും ചോദിക്കടോ. അയാളെ നമ്മുടെ സൗഹൃദത്തിൽ നിന്ന് വെട്ടിക്കളയാത്രത്തോളം കാലം നമുക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അത് വരുന്ന ആൾ കൂടി തോന്നിയാ മതി.
ഉദാഹരണമായിട്ട് പറഞ്ഞ ചില മാറ്റങ്ങൾ പതുക്കെ പതുക്കെ ആയിരിക്കും. ചിലത് സാരംഗിനെയും മൈഥിലിയും പോലെ. ഉറങ്ങിക്കഴിഞ്ഞപ്പോ നല്ല ഫ്രഷ് ആയല്ലോ. നേരം വെളുക്കുന്നവരെ മാഡം സാറിന്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ഒന്നുമില്ല. ഓക്കെ അല്ലേ ഡോക്ടറെ? സമാധാനായി. അച്ഛൻ ഇന്നലെ ക്ഷീണിച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അത് കഴിയുമ്പോ എല്ലാം ഓക്കെ ആവുന്നു. അതൊക്കെ ശരിയാ. പക്ഷേ നീ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? ആര് പറഞ്ഞു? ആ നേഴ്സ് പറഞ്ഞു. രാത്രി മുഴുവൻ എൻ്റെ അടുത്ത് ഉറക്കമുളച്ചിരുന്നു എന്ന്. അതിന്റെ ഡ്യൂട്ടി അല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, വീട്ടിലൊക്കെ പോയി ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് വന്നാൽ മതി. അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല അച്ഛാ, എനിക്ക് അച്ഛനോട് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? ഇന്ന് അച്ഛൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. പക്ഷേ പിന്നെ എങ്ങോട്ടാ? ഇതാണോ വലിയ കാര്യം? നീ പോയിട്ട് വാ, അതൊക്കെ നമുക്ക് സൗകര്യം പോലെ ആലോചിക്കാം. അല്ല അച്ഛാ, അതിനൊരു തീരുമാനമായിട്ട്. എന്താ മോളെ ഇത്? അവിടെ കുട്ടികൾ നിന്നെ കാത്തിരിക്കുകയല്ലേ, അവര് നിന്നെ കാണാതെ വിഷമിക്കില്ലേ? അതുകൊണ്ട് മോളൊന്ന് ചെന്നിട്ട് വാ. അച്ഛനെല്ലാം മറന്നു എന്ന് എന്നെ കാണിക്കുകയാണോ? നിന്നെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്റെ കണ്ണുകളിൽ നിന്നും മുഖത്തു നിന്നുമൊക്കെ എന്റെ മനസ്സിൽ എന്താണെന്ന് നീ വായിച്ചെടുക്കും. അച്ഛൻ ഇപ്പൊ ഒന്നും ആലോചിച്ച് സങ്കടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാ നീ വിശ്വസിക്കും. അപ്പൊ പിന്നെ എല്ലാരും ചെയ്യുന്ന പോലെ സങ്കടങ്ങളെയൊക്കെ മനസ്സിന്റെ അടിത്തട്ടിൽ ചവിട്ടി താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചിരിക്കണം, സുഖമാണെന്ന് പറയണം. അങ്ങനെയല്ലേ പറ്റൂ എനിക്ക് നിനക്കും. വേണ്ട വേണ്ട, പിന്നെയും സംസാരിച്ചു നമ്മൾ അവിടെ തന്നെ എത്തുന്നത്. എന്നാ ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. തിരക്ക് കൂട്ടണ്ട, അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് പതുക്കെ വന്നാ മതി. ഡോക്ടർക്ക് കൈപ്പുണ്യം ഉള്ളത് കൊണ്ട് ഞാനിപ്പോ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളായിട്ടുണ്ട്. അച്ഛനൊന്ന് പോയേ. പോയിട്ട് വാ. ആ, കൂടെ കൊണ്ടുവരാത്തതിന്റെ പേരില് ഇന്നലെ മുഴുവൻ ബഹളമായിരുന്നു യദു. ഓ വേണ്ട വേണ്ട, കൊണ്ടുവരണ്ട. ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾ എന്നെ ഇങ്ങനെ കാണണ്ട. ഞാൻ പറഞ്ഞോളാം. പോയിട്ട് വരാം. മോള് പോയിട്ട് വാ. ആഹാ, മൈഥിലി ഇങ്ങ് എത്തിയോ? ആ ഫാദർ. അച്ഛൻ എങ്ങനെയുണ്ട് കുഞ്ഞെ? അച്ഛനൊക്കെ ആയി. ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. പിന്നെ അച്ഛനെന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിട്ടതാ. എങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കയറിയാൽ മതിയായിരുന്നല്ലോ മോൾക്ക്. അത് സാരമില്ല. 2 തവണ ഫാദർ വിളിച്ചപ്പോ എനിക്ക് തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമായിരിക്കുന്നു. ഗൗരവമുള്ള കാര്യമുണ്ട്, പക്ഷെ എനിക്കല്ല, ഇതോ അവർക്കാ. വാടാ, രണ്ടുപേരും ഇങ്ങോട്ട് വാ. ആളെ ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ടുണ്ട്. രണ്ടുപേർക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ, പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്താ ഫാദർ? നടന്നതൊരു വലിയ തർക്കമാണ്. മൈഥിലി ഇവരുടെ സ്വന്തമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. പക്ഷെ മൈഥിലി അങ്ങനെ കരുതുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. അത് കൊള്ളാലോ. പിന്നെന്തെങ്കിലും ഉണ്ടോ? മാമന്റെ അച്ഛൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്നോടാരും പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലത്തെ പോലെ വിളിക്കില്ലായിരുന്നു. ഞാൻ കുട്ടിയെ വഴക്ക് പറഞ്ഞു. സോറി. എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. ഇവനെയും ഞാൻ ചീത്ത പറഞ്ഞു. പക്ഷേ അരുണിന് പരാതി കാണില്ല. എന്നാ മൈഥിലിക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ പരാതി അരുണിനാ.
ഈ സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ കൺമുമ്പിലാണ്. മാമിനെ ഞാൻ എങ്ങനെയാ കാണുന്നതെന്ന് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ മാത്രം എന്നെ അകറ്റി തീർത്തുന്നു. ചില കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയാ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ വല്ലാതെ അങ്ങ് വാചാലയാവുമല്ലോ. ഇതാണോ സ്നേഹം? സ്വന്തം കാര്യങ്ങൾ മറച്ചു പിടിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ എല്ലാ വിഷയത്തിലും ഇടപെടുക. സ്നേഹ, സോറി കുട്ടി. നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ അർഹതയില്ലാതെ ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. മാമിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? അച്ഛൻ വഴിയിൽ തളർന്നു വീണാന്റെ കാരണം എന്താ? ഫാദർ, ഞാൻ പോവാ. അങ്ങനെ ഒഴിവായി പോയാലോ? ഞാൻ മാമിനെ പരിചയപ്പെടുന്നത് അരുണിലൂടെയാ. അരുൺ എന്നോട് പറഞ്ഞിട്ടുള്ളത് മാമിനെ കുറിച്ച് എല്ലാം അറിയാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനോട് ഡിസ്കസ് ചെയ്യാറുണ്ടെന്നൊക്കെയാ. എന്റെ കുടുംബകാര്യം മറ്റാരോടും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സ്വന്തം കാര്യം സ്വന്തം കുടുംബം. അരുണേ, ഞാൻ പോവാണേ. ആ സ്നേഹ, താ നിക്ക്. വേണ്ട, അവഗണിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നതില് വലിയ അർത്ഥമൊന്നുമില്ല. എന്താ കുഞ്ഞേത്? നിങ്ങൾ ആരോടാ ഈ വഴക്കിടുന്നത്? ഞാൻ പോകാതെ ഇവിടെ തന്നെ നിൽക്കാം ഫാദർ. പക്ഷെ മാമിന്റെ ഫാമിലി പ്രോബ്ലം എന്താണെന്ന് മാം പറഞ്ഞേ പറ്റൂ. പറ്റൂന്ന് ചോദിക്കേ. ഇതിന്റെ അർത്ഥം പറ്റില്ലെന്നാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ കാത്തുകെട്ടി കിടക്കുന്നേ? ഞാൻ വിളിക്കാതെയും കാണാതെയും ഒക്കെ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങാം. നിനക്കും എന്നോട് വഴക്കിടണമെന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ കുടുംബത്തിലെ വിഷയം എന്താണെന്നല്ലേ, അതിന്റെ കാരണം എന്താണെന്നല്ലേ. ഈ നിമിഷം വരെ എനിക്കത് അറിഞ്ഞൂടാ. റിയൽ പ്രോബ്ലം എന്താ മൈഥിലി? പ്രോബ്ലംസ് ഉണ്ട് ഫാദർ. ഏതറ്റത്തുനിന്നാണ് തീ തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കത്തിവരുന്നത് എന്റെ നേർക്ക. ഇത്രയൊക്കെ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ പേരിൽ എന്നെ വിമർശിക്കുന്നവര് വിമർശിക്കട്ടെ, വെറുക്കാൻ തോന്നുന്നവര് വെറുക്കട്ടെ. ബന്ധങ്ങളിൽ കള്ളം കാണിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. നിനക്കും അത് തിരിച്ചറിയാതെ പോയല്ലോടാ. മൈഥിലി എങ്ങോട്ട് വിളിപ്പിക്കണ്ടായിരുന്നു. ഐ എം റിയലി സോറി അനാമിക. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ വന്നില്ല. അതിനെന്താ, ഒരു കണക്കിന് വരാതിരുന്നത് നന്നായി. ആ സിറ്റുവേഷൻ അതായിരുന്നു നന്നായത്. രഞ്ജിത്തിന് തന്നോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു. തന്നോടുള്ള പെരുമാറ്റം അങ്ങനെ തന്നെയല്ലേ? ഒരു കാര്യം പറയാം, ഹോസ്പിറ്റലിലുള്ള ഈ കിടപ്പ് സത്യത്തിൽ ജീവിതത്തിലെ വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. രഞ്ജിത്തിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു. രഞ്ജിത്തിന്റെ മാത്രമല്ല, വേറൊരാളുടെ. അതാര്? മൈഥിലി. എന്റെ ജീവന് വേണ്ടി കാവൽ കിടന്നത് മൈഥിലിയാ. അത് ഡോക്ടറുടെ കടമയല്ലേ എന്നൊക്കെ സിമ്പിളായിട്ട് ചോദിക്കാം. ഒരു കൂടപ്പിറപ്പിന് വേണ്ടി കാവലിരിക്കുന്നത് പോലെ ഇരുന്നു. ആ സമയം മുഴുവൻ രഞ്ജിത്ത് വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞ, ഞങ്ങളുടെ കുടുംബം ഒന്ന് ചാരി നിന്നത് ഡോക്ടർ മൈഥിലി എന്ന തൂണില. ഗുഡ്. മറ്റുള്ളവരോടുള്ള കരുണയിലും അനുകമ്പയിലും മൈഥിലിയെ മറികടക്കാൻ ആർക്കും പറ്റില്ല. മൈഥിലിയുടെ ഗുണങ്ങൾ പറയാൻ ഒരു മടിയുമില്ലല്ലോ സാരംഗിന്. എന്നിട്ടും അത്രയും ഗുണമുള്ള ഒരാളെ എന്തിനാ ഇങ്ങനെ? അനാമിക പ്ലീസ്, ഞാനിപ്പോ വന്നത് തന്നെ കാണാനാ. ഇപ്പൊ ഒളിച്ചോട് സാരംഗ്. പക്ഷേ ആരോടും ഒരു കാരണവും പറയാതെ എത്ര നാള് പറ്റും? തീരുമാനങ്ങൾ കേട്ട് തലകുലുക്കി മൈഥിലി ചിലപ്പോ പിന്നൊന്നും പറയില്ലായിരിക്കും. പക്ഷേ കാലം പറയും. ഈ ദൈവത്തിലും അതിന്റെ നടപടികളിലുമൊക്കെ കുറച്ചെങ്കിലും വിശ്വാസമുണ്ടോ? ഞാനൊന്നും തള്ളി പറയാറില്ല. എങ്കിൽ ഞാൻ പറയുന്നു സാരംഗ്, സാരംഗ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു തെറ്റാ. നാട് മുഴുവൻ ആദരിക്കുന്ന മൈഥിലി എന്ന വ്യക്തിയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ നോക്കുന്നത് മണ്ടത്തരവാ.